ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. അപ്പം നമ്മളിന്ന് പോളിനോമിയൽസിലെ നെക്സ്റ്റ് ടോപ്പിക്കാണ് സീറോ ഓഫ് എ പോളിനോമിയൽ. സീറോ ഓഫ് എ പോളിനോമിയൽ, അതായത് ഒരു പോളിനോമിയലിൻ്റെ സീറോ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നോക്കിക്കേ, ഇപ്പം നമ്മൾ നോക്കുന്നത് ലീനിയർ പോളിനോമിയലിൻ്റെ സീറോസാണ്. A real number k is said to be a zero of a polynomial p of x, then p of k equal to 0. നമ്മൾ പഠിച്ചിട്ടുണ്ട് k എന്ന് പറയുന്നത് ഒരു പോളിനോമിയലിൻ്റെ സീറോ ആണെങ്കിൽ നമ്മൾ p of x, എക്സിൻ്റെ പ്ലേസിൽ k സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് സീറോ എന്ന് പറഞ്ഞ് എഴുതുന്നത്. ഓക്കെ, അപ്പം k എന്ന് പറയുന്ന ഒരു റിയൽ നമ്പറാണ്. അത് p of x എന്ന് പറയുന്ന പോളിനോമിയലിലെ സീറോ ആണെങ്കിൽ പി ഓഫ് കെ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. ഇപ്പോൾ കെയുടെ പ്ലേസിൽ ഇപ്പോൾ 2 എന്ന് പറയുന്ന ഒരു നമ്പറാണ് തന്നിരിക്കുന്നതെങ്കിൽ 2 എന്ന് പറയുന്ന സീറോ ഓഫ് പോളിനോമിയൽ പി ഓഫ് എക്സ് ആണെങ്കിൽ പി ഓഫ് 2 ഈക്വൽ ടു 0 ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു അല്ലേ. അപ്പം നമ്മൾ ആ വേരിയബിളിന് വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ഈക്വൽ ടു 0 കിട്ടുവാണെങ്കിൽ അതൊരു സീറോ പോളിനോമിയലാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ നോക്കിയാൽ നമ്മളൊരു ലീനിയർ പോളിനോമിയലിൻ്റെ ജനറൽ ഫോം ആണ് പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്നത്. അതിനകത്ത് കെ എന്ന് പറയുന്ന ഒരു റിയൽ നമ്പർ ആണെങ്കിൽ നമ്മൾ പി ഓഫ് കെ ഈക്വൽ ടു 0 എന്ന് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പി ഓഫ് കെ 0 ആയതുകൊണ്ട് എ കെ പ്ലസ് ബി ഈക്വൽ ടു പി ഓഫ് കെ എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് നമ്മൾ എക്സിൻ്റെ പ്ലേസിൽ കെ ആണ് കൊടുക്കുന്നത്. അപ്പം എ കെ പ്ലസ് ബി ഈക്വൽ ടു 0 ആയിരിക്കും. എ കെ ഈക്വൽ ടു മൈനസ് ബി ആണ്. കെ ഈക്വൽ ടു മൈനസ് ബി ബൈ എ എന്ന് കിട്ടും. ഓക്കെ, നോക്കിക്കേ, അപ്പം കെ ഈക്വൽ ടു മൈനസ് ബി ബൈ എ എന്ന് പറഞ്ഞ് കിട്ടി. അപ്പം നോക്കിയാൽ ബി എന്ന് പറയുന്നത് നമ്മുടെ ലീനിയർ പോളിനോമിയലിൻ്റെ ജനറൽ ഫോമിലെ കോൺസ്റ്റൻറ്റ് ടേം ആണ് ബി എന്ന് പറയുന്നത്. എ എന്ന് പറയുന്നത് എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് അല്ലേ. അപ്പം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ വേഗം നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. മൈനസ് ബി ബൈ എ ഓർത്താൽ മതി. മൈനസ് ബി എന്ന് പറയുമ്പം കോൺസ്റ്റൻറ്റ് ടേം ഡിവൈഡഡ് ബൈ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ്. ഈ ഒരു കാര്യം ഓർത്തിരുന്നാൽ നമുക്കിവിടെ ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും ലീനിയർ പോളിനോമിയലിൻ്റെ സീറോ കണ്ടുപിടിക്കാനായിട്ട് മൈനസ് ബി ബൈ എ ആയിരിക്കും എപ്പോഴും ലീനിയർ പോളിനോമിയലിൻ്റെ സീറോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മൈനസ് ബി ബൈ എ എന്ന ഒരു ഇക്വേഷൻ ക്ലിയർ ആക്കുക. ബി എന്ന് പറഞ്ഞാൽ ഓർത്തോളുക കോൺസ്റ്റൻറ്റ് ടേം ആണ്. ഡിവൈഡഡ് ബൈ എ എന്ന് പറഞ്ഞാൽ കോഫിഷ്യൻ്റ് ഓഫ് എക്സ് ആണ്. ഓക്കെ, ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. ലീനിയർ പോളിനോമിയലിൻ്റെ സീറോ എന്ന് പറയുന്നത് മൈനസ് ബി ബൈ എ ആയിരിക്കും. അതുപോലെ സീറോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വേരിയബിളിൻ്റെ വാല്യൂ ആണ്. അപ്പം കെ ആണെങ്കിൽ കെയുടെ വാല്യൂ ആണ് സീറോ എന്ന് പറയുന്നത്. ലീനിയർ പോളിനോമിയലിൻ്റെ സീറോ എന്ന് പറയുന്നത് മൈനസ് ബി ബൈ എ ആണ് ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ജോമെട്രിക്കൽ മീനിങ് ഓഫ് ദ സീറോസ് ഓഫ് എ പോളിനോമിയൽ. അതായത് ഒരു പോളിനോമിയലിൽ എത്ര സീറോസ് ഉണ്ടെന്ന് നമ്മൾ ഗ്രാഫ് വരച്ച് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ലീനിയർ പോളിനോമിയലിൻ്റെ കണ്ടുപിടിക്കും, ക്വാഡ്രാറ്റിക്കിൻ്റെ കണ്ടുപിടിക്കും, അതുപോലെ ക്യൂബിക്കിൻ്റെയും കണ്ടുപിടിക്കും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ലീനിയർ പോളിനോമിയലിൻ്റെ എത്ര സീറോസ് ഉണ്ട് എന്ന് നമ്മൾ വരച്ച് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഓക്കെ, നമുക്കറിയാം ലീനിയർ പോളിനോമിയലിന് ഡിഗ്രി എത്രയാണ്? യെസ്, ഡിഗ്രി 1 ആണ് ലീനിയർ പോളിനോമിയലിൻ്റെ. ഓക്കെ, നമ്മൾ മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തു പി ഓഫ് എക്സ് ഈക്വൽ ടു 2x പ്ലസ് 3 ആണെങ്കിൽ അതിൻ്റെ സീറോ എന്ന് പറയുന്നത് നെഗറ്റീവ് 3/2 ആണ്. നമ്മൾ ഇക്വേഷൻ വെച്ച് ചെയ്ത് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. നെഗറ്റീവ് 3/2 ആണ് ഈ 2x പ്ലസ് 3 എന്ന ലീനിയർ പോളിനോമിയലിൻ്റെ സീറോ വരുന്നത്.
ഈ -3/2 നമുക്ക് എഴുതുമ്പോൾ നമുക്ക് ഡെസിമൽ ഫോമിലാക്കുമ്പം -1.5 എന്ന് കിട്ടും. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്ത് നോക്കിയപ്പം ലീനിയർ പോളിനോമിയലിന് നമുക്ക് ഒരു സീറോയേ ഉള്ളൂ അല്ലേ, -3/2 മാത്രമേ ഉള്ളൂ. ഇനി നമുക്കൊന്ന് ഗ്രാഫിൽ വരച്ച് നോക്കാം. ഗ്രാഫിൽ വരയ്ക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് ഗ്രാഫ് വരയ്ക്കാനായിട്ട്. P(x) = 2x + 3 എന്ന ക്വസ്റ്റ്യനിൽ നമ്മളതിനെ y = 2x + 3 എന്നാണ് എഴുതുന്നത്. എന്നിട്ട് നമ്മൾ എക്സിന് പല വാല്യൂസ് കൊടുക്കും, y കണ്ടുപിടിക്കും അല്ലേ. ഞാനിപ്പം എക്സിന് 1 കൊടുത്തു. അപ്പം നമ്മുടെ y = 2x + 3ൽ എക്സിൻ്റെ പ്ലേസിൽ 1 കൊടുക്കുക. 2 × 1 + 3, 2 + 3 = 5 എന്ന് കിട്ടി. അപ്പം ഞാൻ എക്സിന് 1 കൊടുത്തപ്പം അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് കിടക്കുന്ന വൈയുടെ വാല്യൂ 5 എന്ന് കിട്ടി. ഇനി ഞാൻ എക്സിന് -1 കൊടുത്തു. അപ്പോൾ 2 × -1 + 3 എന്ന് കിട്ടി. അപ്പം -2 + 3 = 1. എക്സിന് -1 കൊടുത്തപ്പോൾ 1 ആണ് y കിട്ടിയേക്കുന്നത്. ഇനി ഞാൻ എക്സിന് 0 കൊടുത്തു. y = 2 × 0 + 3 = 0 + 3 = 3 എന്ന് കിട്ടി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ 1ഓ 2ഓ 3ഓ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കുക. ഞാനിവിടെ എക്സിന് ആദ്യം 1 കൊടുത്തു, y 5 കിട്ടി. എക്സിന് -1 കൊടുത്തു, y 1 കിട്ടി. എക്സ് 0 കൊടുത്തു, y 3 കിട്ടി. ഇനി നമുക്കിത് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാൻ വേണ്ടി നമ്മളിതുപോലെ എഴുതും അല്ലേ, കോളത്തിലാക്കി നമ്മൾ എഴുതാറുണ്ട്. എക്സ് വൈ ഇവിടെ കൊടുക്കുമ്പോൾ മാറിപ്പോകരുത്. 1 5 -1 1 0 3 നമുക്ക് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാനുള്ള പോയിൻറ്റ്സായി. ഇനി നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്കറിയാം എക്സ് ആക്സിസ് ഉണ്ട്, ഹൊറിസോണ്ടലായിട്ട് കിടക്കുന്നത് എക്സ് ആക്സിസ് ആണ്, വെർട്ടിക്കലായിട്ട് വരുന്നത് വൈ ആക്സിസ് ആണ്, നമുക്കറിയാം. നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുമ്പം ആക്സിസ് എല്ലാം അടയാളപ്പെടുത്തണം. എക്സ് നെഗറ്റീവ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് x' എന്നാണ്. വൈയുടെ നെഗറ്റീവ് വാല്യൂസ് നമ്മൾ y' എന്നാണ് അടയാളപ്പെടുത്തുന്നത്. ഇനി നിങ്ങൾക്കറിയാം പോയിന്റ്സ്. ഇപ്പോൾ നിങ്ങളുടെ ഗ്രാഫ് പേപ്പർ ഉണ്ടെങ്കിൽ ഗ്രാഫ് പേപ്പറിൽ നിങ്ങൾ വരയ്ക്കുക. അപ്പം 0 1 2 3 എന്ന് പോസിറ്റീവ് വാല്യൂസ് കൊടുത്തു. 0യുടെ ലെഫ്റ്റിലേക്ക് -1 -2 -3, y മുകളിലേക്ക് പോസിറ്റീവ് നമ്പേഴ്സ്, താഴത്തേക്ക് നെഗറ്റീവ് നമ്പേഴ്സ്. ഓക്കെ, നോക്കിക്കേ, നമുക്കിവിടെ ഇപ്പം വൈക്ക് 5 വരെ മതി. മുകളിലേക്ക് നമുക്ക് എത്ര വേണോ അത്രയും നമ്മൾ വരച്ചാൽ മതി കേട്ടോ. അപ്പം നോക്കിയേ 1 5 എക്സ് ആക്സിസിൽ 1 എവിടെയാണെന്ന് നോക്കുക, വൈ ആക്സിസിൽ 5. ഇതാണ് നമ്മുടെ 1 5 എന്ന് പറയുന്ന പോയിന്റ് വരുന്നത്. ഇനി -1 1 എക്സ് ആക്സിസിൽ -1, വൈ ആക്സിസിൽ +1 എവിടെയാണ് കിടക്കുന്നത്, ഇതാണ് -1 1. 0 3 എക്സിൽ 0 വൈയിൽ 3 0 3, ഇതാണ് നമ്മുടെ 0 3 എന്ന് പറയുന്ന പോയിന്റ് കിടക്കുന്നത്. അപ്പം നമ്മൾ എക്സ് 1 5 ആണെങ്കിൽ എക്സിൽ 1 എടുത്തു, അതിന് നേരെ 5 വന്നു, 1 5 ആദ്യത്തെ പോയിന്റ് പ്ലോട്ട് ചെയ്തു, -1 1 പ്ലോട്ട് ചെയ്തു, 0 3 പ്ലോട്ട് ചെയ്തു. ഇനി അതെല്ലാം കൂടെ ചേർത്തൊന്ന് ജോയിൻ ചെയ്ത് നോക്കുക. ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കിട്ടുന്നത്. ഒരു സ്ട്രെയിറ്റ് ലൈൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടിക്കാണും. സ്ട്രെയിറ്റ് ലൈൻ കിട്ടിയിട്ട് നിങ്ങൾ നോക്കുക, ഇത് എക്സ് ആക്സിസിൽ എത്ര എക്സ് ആക്സിസിൽ നോക്കുക, അത് ഏത് പോയിന്റിലാണ് ടച്ച് ചെയ്തേക്കുന്നത് നോക്കുക. എക്സ് ആക്സിസിൽ ഈ സ്ട്രെയിറ്റ് ലൈൻ ഏത് പോയിന്റിലാണ് ടച്ച് ചെയ്തേക്കുന്നത് നോക്കിക്കേ. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം -1ൻ്റെയും -2ൻ്റെയും ഇടയിലാണ് അല്ലേ. അപ്പം -1.5 എന്ന് പറയുന്ന പോയിന്റിലാണ് ഈ സ്ട്രെയിറ്റ് ലൈൻ എക്സ് ആക്സിസിൽ ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ്. അപ്പം നമുക്കിവിടെ 0 കിട്ടിയതും എത്ര തന്നെയാണ്? യെസ്, -1.5 ആണ്. നമ്മൾ ഗ്രാഫ് വരച്ചപ്പോഴും എക്സ് ആക്സിസിൽ ഇൻ്റർസെക്റ്റ് ചെയ്ത് പോയിരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് -1.5 ആണ്. അപ്പം നമുക്കിതിൽ നിന്ന് പറയാം ഗ്രാഫ് ഓഫ് എ ലീനിയർ പോളിനോമിയൽ ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. അതായത് ഒരു ലീനിയർ പോളിനോമിയലിൻ്റെ ഗ്രാഫ് എപ്പം വരച്ചാലും
നിങ്ങൾക്കൊരു സ്ട്രെയിറ്റ് ലൈനാണ് നിങ്ങൾക്ക് കിട്ടുക. അതുപോലെ തന്നെ ആ സ്ട്രെയിറ്റ് ലൈൻ എക്സ് ആക്സിസിൽ ഒരു പോയിന്റിൽ മാത്രമേ ഇൻ്റർസെക്റ്റ് ചെയ്ത് പോകുകയുള്ളൂ. അപ്പം നമുക്ക് പറയാം ഈ ലീനിയർ പോളിനോമിയലിന് ഒരു സീറോയേ ഉള്ളൂ. കാരണം എക്സ് ആക്സിസിൽ ടച്ച് ചെയ്തിരിക്കുന്ന പോയിന്റ് നോക്കിയാണ് നമ്മൾ നമ്പർ ഓഫ് സീറോസ് എത്രയാണെന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കി, ഇവിടെ എക്സ് ആക്സിസിൽ ഒരു പോയിന്റിലേ ടച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പം ഏതൊരു ലീനിയർ പോളിനോമിയലെടുത്ത് നമ്മൾ ഗ്രാഫ് വരച്ചാലും അത് ഏതെങ്കിലും ഒരു പോയിന്റിൽ മാത്രമേ എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്നുള്ളൂ. അപ്പം നമുക്കിത് പറയാം, എ ലീനിയർ പോളിനോമിയൽ ഹാസ് 1 and only 1 0. നമ്മളിങ്ങനെ ഇക്വേഷൻ വെച്ച് ചെയ്തപ്പോഴും നമ്മൾ ഗ്രാഫ് വരച്ചപ്പോഴും നമുക്ക് എത്ര സീറോയെ കിട്ടിയുള്ളൂ? യെസ്, ഒരു സീറോയെ കിട്ടിയിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ആ സീറോ എന്ന് പറയുന്നത് നമുക്കറിയാം മൈനസ് ബി ബൈ എ ആണ് അല്ലേ. നമ്മൾ മൈനസ് ബി ബൈ എ -3/2 ആണ് നമുക്ക് ഈ ക്വസ്റ്റ്യനകത്ത് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ലീനിയർ പോളിനോമിയലിൻ്റെ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതുപോലെ ലീനിയർ പോളിനോമിയലിന് ഒരു സീറോ മാത്രമേ കാണുകയുള്ളൂ. എ ലീനിയർ പോളിനോമിയൽ ഹാസ് 1 and only 1 0. ഓക്കെ, സീറോ കണ്ടുപിടിക്കുന്ന നിങ്ങൾ ഓർത്തോണം, എപ്പോഴും എക്സ് ആക്സിസിൽ ടച്ച് ചെയ്തിരിക്കുന്ന പോയിന്റ് നോക്കിയാണ് നമ്മൾ സീറോസിൻ്റെ എണ്ണം പറയുന്നത്. അപ്പം നമുക്കിവിടെ പറയാം ലീനിയർ പോളിനോമിയലിന് ഒരു സീറോയേ ഉള്ളൂ. കാരണം ഒരു പോയിന്റിലേ ടച്ച് ചെയ്യുന്നുള്ളൂ. ക്ലിയർ ആയല്ലോ? ഓക്കെ ഓക്കെ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് എത്ര സീറോസ് നമുക്ക് കാണാൻ പറ്റും എന്ന് നോക്കാം. ഓക്കെ, നമുക്കറിയാം ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ഡിഗ്രി എത്രയാണ്? യെസ്, 2 ആണ് ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ഡിഗ്രി. ഇൻ എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ax² + bx + c a not equal to 0 the graph has 2 shapes. അതായത് നമ്മൾ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ 2 ഷേപ്പ് കാണാൻ പറ്റും. ഓപ്പൺ ഡൗൺവേർഡ് ആൻഡ് ഓപ്പൺ അപ്വേർഡ്സ്. അതായത് ഇങ്ങനെ നിങ്ങൾ കണ്ട ടീച്ചറോട് വരച്ചിട്ടുണ്ട്, ഒരു ഷേപ്പ് വരച്ചിട്ടുണ്ട് അല്ലേ. ഇത് ഓപ്പൺ ഡൗൺവേർഡ് ദെൻ ഓപ്പൺ അപ്വേർഡ്സ്. ഈ ഷേപ്പിനെ നമ്മൾ അല്ലെങ്കിൽ ഈ കേർവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പരാബോളാസ്. ഈ കേർവ്സിനെ വിളിക്കുന്ന പേരാണ് പരാബോളാസ്. ഓക്കെ, അപ്പം ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ഗ്രാഫ് നമുക്ക് വരയ്ക്കുമ്പം കിട്ടുന്നത് പരാബോള ഷേപ്പിലുള്ള ഗ്രാഫായിരിക്കും. നമ്മൾ ലീനിയർ ഇക്വേഷനകത്ത് പഠിച്ചു, ലീനിയർ ഇക്വേഷൻ്റെ ഗ്രാഫ് എങ്ങനെയായിരുന്നു? യെസ്, സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലേ. നമ്മൾ വരച്ച് കണ്ടു, സ്ട്രെയിറ്റ് ലൈൻ ആണ് ലീനിയർ ഇക്വേഷൻ്റെ ഗ്രാഫ് വരുന്നത്. അതേസമയം ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ഗ്രാഫ് എപ്പോഴും പരാബോള ഷേപ്പിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഒന്നുകിൽ ഓപ്പൺ ഡൗൺവേർഡ് അല്ലെങ്കിൽ ഓപ്പൺ അപ്വേർഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് അറ്റ്മോസ്റ്റ് 2 സീറോസ് കാണും. കാരണം ഇതിൻ്റെ ഡിഗ്രി 2 ആണ്. അതുകൊണ്ട് ഇതിന് അറ്റ്മോസ്റ്റ് 2 സീറോസ്. അറ്റ്മോസ്റ്റ് എന്നുള്ള വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോണം. കൂടിയാൽ 2 സീറോ, ചിലപ്പം 2 സീറോ ഉണ്ടാവും, ചിലപ്പം 1 സീറോയെ കാണുകയുള്ളൂ, ചിലപ്പം സീറോസ് കാണില്ല. അപ്പം അറ്റ്മോസ്റ്റ് കൂടിപ്പോയാൽ 2 സീറോസ് ആണ് ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് ഉള്ളത്. അപ്പം ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ഗ്രാഫ് പരാബോള ഷേപ്പായിരിക്കും. അതുപോലെ അതിന് അറ്റ്മോസ്റ്റ് 2 സീറോസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ക്ലിയർ ആയല്ലോ? ഓക്കെ, നമ്മൾ പറഞ്ഞു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് അറ്റ്മോസ്റ്റ് 2 സീറോസ് ആണ് ഉള്ളതെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ. നമുക്ക് നോക്കാം, ഇതിനകത്ത് നമുക്ക് 3 കേസസ് കാണാൻ പറ്റും. കേസ് 1 നോക്കിക്കേ, ഞാനിവിടെ 2 ഗ്രാഫ് വരച്ചിട്ടുണ്ട് അല്ലേ. ഈ 2 ഗ്രാഫിൽ നിങ്ങൾ നോക്കിക്കേ, എക്സ് ആക്സിസിൽ എത്ര പോയിന്റിൽ ഈ പരാബോള ഷേപ്പിൽ കിടക്കുന്നത് ടച്ച് ചെയ്തിട്ടുണ്ടെന്ന് നോക്കിക്കേ. ഫസ്റ്റ് യെസ്, 2 പോയിന്റിൽ, ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ് അല്ലേ. ഈ പരാബോള എക്സ് ആക്സിസിലെ 2 പോയിന്റിൽ
ടച്ച് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ പോയിന്റ് നിങ്ങൾ കാണുന്നുണ്ടോ? ഏതൊക്കെയാണ്? യെസ്, എയും എ ഡാഷും. അപ്പം ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ഗ്രാഫ് വരച്ചു, നമുക്കൊരു പരാബോള കിട്ടി. ആ പരാബോള എക്സ് ആക്സിസിനെ 2 പോയിന്റിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഒരു ഗ്രാഫ് ഞാൻ വരച്ചിട്ടുണ്ട്. അത് ഓപ്പൺ അപ്വേർഡ് ആണ് കിടക്കുന്നത് അല്ലേ? നോക്കിക്കേ, അത് എത്ര പോയിന്റിൽ ടച്ച് ചെയ്തിട്ടുണ്ട് നോക്കിക്കേ ഈ എക്സ് ആക്സിസിനെ. യെസ്, 2 പോയിന്റിൽ ടച്ച് ചെയ്തിട്ടുണ്ട്, എ ഡാഷ് അല്ലേ? അപ്പം നമുക്ക് പറയാം ഈ കേസിൽ, ഫസ്റ്റ് കേസിൽ ഗ്രാഫ് എക്സ് ആക്സിസിനെ 2 പോയിന്റിൽ ടച്ച് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഈ ഫസ്റ്റ് കേസിൽ എത്ര സീറോസ് ഉണ്ടെന്ന് പറയാൻ പറ്റും? യെസ്, 2 സീറോസ് അല്ലെ? ഈ കേസ് 1ൽ നമുക്ക് 2 സീറോസ് ഉണ്ടെന്ന് പറയാനായിട്ട് പറ്റും, കാരണം 2 പോയിന്റിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനി കേസ് 2 നോക്കിക്കേ, ഞാനിവിടെ 2 ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പരാബോള ഷേപ്പാണ് കിട്ടിയേക്കുന്നത് അല്ലേ? എത്ര പോയിന്റിൽ ടച്ച് ചെയ്തിരിക്കുന്നു? യെസ്, 1 പോയിന്റിലേ ടച്ച് ചെയ്തിട്ടുള്ളൂ, എ എന്ന് പറയുന്ന പോയിന്റിൽ. ഇവിടെയും എ എന്ന് പറയുന്ന പോയിന്റിൽ മാത്രമേ ടച്ച് ചെയ്തിട്ടുള്ളൂ അല്ലേ? അപ്പം നമുക്ക് ഈ കേസിൽ പറയാം ഈ ഗ്രാഫ് എക്സ് ആക്സിസിനെ 1 പോയിന്റിലാണ് ടച്ച് ചെയ്തിരിക്കുന്നുണ്ട്. ഈ ഗ്രാഫിന് ദർ ഈസ് ഓൺലി 1 ആൻഡ് ഓൺലി 1 സീറോ. ഈ ഒരു പോളിനോമിയലിൻ്റെ കേസിൽ നമുക്ക് 1 സീറോസേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾ ഈ എക്സ് ആക്സിസ് ടച്ച് ചെയ്തിരിക്കുന്ന പോയിന്റ്സ് നോക്കിയാൽ മതി. ഇവിടെ കണ്ട ഒറ്റ പോയിന്റിലേ ടച്ച് ചെയ്തിട്ടുള്ളൂ അല്ലേ? ഇനി മൂന്നാമത്തെ കേസ് നോക്കിയാൽ ഞാനിവിടെ 2 ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഈ പരാബോള ഏതെങ്കിലും പോയിന്റിൽ ടച്ച് ചെയ്തിട്ടുണ്ടോ ഈ എക്സ് ആക്സിസിൽ? ഇല്ല, എക്സ് ആക്സിസിൽ ടച്ച് ചെയ്തിട്ടേ ഇല്ല, മേളിലേക്ക് കയറിയാണ് ഇരിക്കുന്നത്. ഇവിടെയും ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെയാണ് ഷേപ്പ് ഇരിക്കുന്നത് അല്ലേ? അപ്പം ഇവിടെ നമുക്ക് സീറോസ് ഒന്നും തന്നെ കാണാൻ പറ്റില്ല. ഈ ഗ്രാഫിനകത്ത് നോ സീറോ. അപ്പം ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ അറ്റ്മോസ്റ്റ് 2 സീറോസ് ആണെന്ന് ഞാൻ പറഞ്ഞു. ചിലപ്പം 2 സീറോസ് കാണാം, ചിലപ്പം 1 സീറോയെ കാണുകയുള്ളൂ, ചിലപ്പം സീറോസ് ഒന്നും കാണില്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പം എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഹാസ് അറ്റ്മോസ്റ്റ് 2 സീറോസ്. അതുപോലെ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ഗ്രാഫിൻ്റെ ഷേപ്പ് എന്താണ്? യെസ്, പരാബോള ഷേപ്പാണ് അല്ലേ? പരാബോള ഷേപ്പിലാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ഗ്രാഫും വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ക്യൂബിക് പോളിനോമിയലിൻ്റെ കേസാണ്. ഓക്കെ, നമുക്കറിയാം ക്യൂബിക് പോളിനോമിയലിൻ്റെ ഡിഗ്രി എത്രയാണ്? യെസ്, ഡിഗ്രി 3 ആയിട്ടുള്ള പോളിനോമിയലാണ് ക്യൂബിക് പോളിനോമിയൽ. ഫോർ എ ക്യൂബിക് പോളിനോമിയൽ ax³ plus bx² plus cx+ d a not equal to 0 has at most 3 zeros. അതായത് ഒരു ക്യൂബിക് പോളിനോമിയലിന് അറ്റ്മോസ്റ്റ് 3 സീറോസ് ആണ് ഉള്ളത്. അതായത് മാക്സിമം 3 സീറോസ് ആണ് ഒരു ക്യൂബിക് പോളിനോമിയലിന് കാണുന്നത്. ഇനി ഡിഗ്രി 4 ആയിട്ടുള്ള പോളിനോമിയൽ എത്ര സീറോസ് കാണാം? യെസ്, അറ്റ്മോസ്റ്റ് 4 സീറോസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ജനറൽ ആയിട്ട് പറയുവാണെങ്കിൽ, ഇൻ ജനറൽ nth ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ ഹാസ് അറ്റ്മോസ്റ്റ് ഹൗ മെനി സീറോസ്? യെസ്, n സീറോസ് ആണ് ഉള്ളത്. അതായത് ഡിഗ്രി n ആയിട്ടുള്ള പോളിനോമിയലിന് സീറോസ് n സീറോസ് ആണ് കാണുന്നത്. ഓക്കെ, ഞാൻ എഴുതിയേക്കുന്ന ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാഫ് ഓഫ് എ ലീനിയർ പോളിനോമിയൽ നമ്മൾ കണ്ടു. ലീനിയർ പോളിനോമിയലിൻ്റെ ഗ്രാഫ് വരച്ചപ്പം അത് ഒരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടിയത്. അതുപോലെ തന്നെ അത് എക്സ് ആക്സിസിൽ 1 പോയിന്റിലാണ് ഇൻ്റർസെക്റ്റ് ചെയ്തത്. അപ്പം നമുക്കത് പറയാം ലീനിയർ പോളിനോമിയലിന് 1 സീറോയാണ് ഉള്ളത്. ഇനി ക്വാഡ്രാറ്റിക് പോളിനോമിയൽ നമ്മൾ ഗ്രാഫ് വരച്ചപ്പോൾ കണ്ടു. അതിൻ്റെ ഷേപ്പ് എന്താണ്? യെസ്, പരാബോള ഷേപ്പാണ്. വിച്ച് കട്ട്സ് എക്സ് ആക്സിസ് അറ്റ് എ മാക്സിമം ഓഫ് 2 ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ്. കൂടി വന്നാൽ
2 പോയിന്റിൽ മാത്രമേ അത് ടച്ച് ചെയ്യുന്നുള്ളൂ. ചിലപ്പം 2 പോയിന്റ് ആയിരിക്കും, ചിലപ്പം 1 പോയിന്റേ ഉണ്ടാകുള്ളൂ. മാക്സിമം ഓഫ് 2 ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ്. ദെൻ ക്യൂബിക് പോളിനോമിയൽ ഇന്റർസെക്റ്റ് എക്സ് ആക്സിസ് അറ്റ് എ മാക്സിമം ഓഫ് 3 ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ്. ക്യൂബിക് പോളിനോമിയൽ എക്സ് ആക്സിസിൽ മാക്സിമം 3 പോയിന്റ്സിലാണ് ഇന്റർസെക്റ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയാലോ ഇത്രയും കാര്യം? അപ്പം ലീനിയർ പോളിനോമിയലിന് നമ്പർ ഓഫ് സീറോസ് 1 ആണ്, ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് അറ്റ്മോസ്റ്റ് 2 ആണ്, ക്യൂബിക് പോളിനോമിയലിന് അറ്റ്മോസ്റ്റ് 3 സീറോസ് ആണ് ഉള്ളത്. ഓക്കെ, ഇനി സീറോസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എക്സ് ആക്സിസിൽ എത്ര പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്തു എന്ന് നോക്കിയാണ് നമ്മൾ സീറോസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ എക്സസൈസിലേക്കാണ് പോകുന്നത്. എക്സസൈസ് 2.1 ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 28 നമ്മുടെ ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് എക്സസൈസ്. അതിനകത്ത് നമ്മൾ ഫൈൻഡ് ദ സീറോസ് എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഫൈൻഡ് ദ സീറോസ്. നമുക്ക് ഗ്രാഫ് തന്നിട്ടുണ്ട്, അവർ ഗ്രാഫ് വരച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഗ്രാഫ് നോക്കി എത്ര സീറോസ് ഉണ്ടെന്ന് നോക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ നിങ്ങൾ. എക്സ് ആക്സിസ്, വൈ ആക്സിസ് നോക്കി ഒരു സ്ട്രെയിറ്റ് ലൈൻ പോയിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇത് എക്സ് ആക്സിസിൽ ഏതെങ്കിലും പോയിന്റിൽ ടച്ച് ചെയ്തിട്ടുണ്ടോ? ഈ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് ഏതെങ്കിലും പോയിന്റിൽ ടച്ച് ചെയ്തിട്ടുണ്ടോ? ഇല്ല. വൈ ആക്സിസിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ നമുക്ക് വേണ്ടത് എക്സ് ആക്സിസിൽ ടച്ച് ചെയ്തിട്ടുണ്ടോ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പോയിന്റിലും എക്സ് ആക്സിസിൽ ഒരു പോയിന്റിലും ടച്ച് ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് പറയാം ഇവിടെ ഈ ഗ്രാഫിൽ സീറോസ് ഉണ്ടോ? ഇല്ല. ഇത് നമ്പർ ഓഫ് സീറോസ് ഈസ് 0 ബിക്കോസ് ദ ലൈൻ ഡസ് നോട്ട് ടച്ച് എക്സ് ആക്സിസ്. അതായത് ഈ ലൈൻ എക്സ് ആക്സിസിൽ ഒരു പോയിന്റിലും ടച്ച് ചെയ്തിട്ട് ഇല്ല. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. നമുക്ക് തന്നിരിക്കുന്ന ഗ്രാഫ് ഇവിടെ നമുക്കൊരു ഏകദേശം പരാബോള ഷേപ്പിൽ വരുന്ന ഒരു ഷേപ്പാണ് നമുക്ക് വരച്ച് തന്നിരിക്കുന്നത്. അത് നോക്കിക്കേ, എക്സ് ആക്സിസിൽ ഏതെങ്കിലും പോയിന്റിൽ ടച്ച് ചെയ്ത് പോകുന്നുണ്ടോ നോക്കിക്കേ. യെസ്, ഒരു പോയിന്റിൽ നമുക്ക് ഈ ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഈ ഗ്രാഫിന് എത്ര സീറോസ് ഉണ്ടെന്ന് പറയാം? യെസ്, 1 സീറോയാണ് ഉള്ളത്. ദ നമ്പർ ഓഫ് സീറോസ് ഈസ് 1 ബിക്കോസ് ദ ഗ്രാഫ് ഇൻ്റർസെക്ട് എക്സ് ആക്സിസ് അറ്റ് 1 പോയിന്റ്. അതായത് ഒരു പോയിന്റിൽ ടച്ച് ചെയ്തിരിക്കുന്നു. എക്സ് ആക്സിസിൽ ഒരു പോയിന്റിൽ ഗ്രാഫ് ടച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ നമ്പർ ഓഫ് സീറോസ് 1 ആണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഗ്രാഫ് നോക്കിക്കേ. ഇതിനകത്ത് എത്ര പോയിന്റിൽ ടച്ച് ചെയ്തിട്ടുണ്ട് നോക്കിക്കേ. 1 2 3 പോയിന്റിൽ ടച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം ഈ ഗ്രാഫിൽ എത്ര സീറോസ് നമുക്ക് കാണാം? 3 സീറോസ് നമുക്ക് കാണാം. അപ്പം സീറോസ് കണ്ടുപിടിക്കുന്നത് എക്സ് ആക്സിസിൽ എത്ര പോയിന്റിലാണ് ഗ്രാഫ് ടച്ച് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കിയാണ് നമുക്കൊരു ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സീറോസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റിനകത്ത് 2-3 ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഈസിയാണ് അല്ലേ. ഫിഗർ നോക്കി നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും എത്ര സീറോസ് ഉണ്ടെന്നുള്ളത്. ഓക്കെ, താങ്ക് യു.